നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മണക്കാട് മുല്ലക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 30ഓളം വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. അവധിക്കാല അധ്യാപക സംഗമം കോതമംഗലം BRCയുടെ കീഴിൽ മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ പോക്സോ കേസിലെ അതിജീവിതയായ 17കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി ഇരട്ടയാറിലാണ് ഇന്ന് രാവിലെയോടെ 17കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൈൻ ഇൻ ട്രോഫീസ് ആൻഡ് മെമ്മറീസ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കാട്സിന് സമീപം പെരുമ്പിള്ളിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ ട്രോഫീസിന്റെയും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഇംപ്രിൻസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. CBSE പരീക്ഷയിൽ തൊടുപുഴ മേഖലയിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം. വാർത്തകൾ വിശദമായി. മണക്കാട് മുല്ലക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 30ഓളം വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. വൈദിക ശ്രേഷ്ഠന്മാരെ വേദിയിൽ വെച്ച് പൊന്നാട അണിയിച്ചും ദക്ഷിണ നൽകിയും ആദരിച്ചു. അതിപുരാതനവും പ്രശസ്തവുമായ മണക്കാട് മുല്ലക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. 1008 നാളികേരവും അനുബന്ധ പൂജാദ്രവ്യങ്ങളും ഹോമാഗ്നിയിൽ സമർപ്പിച്ച ചടങ്ങുകൾക്ക് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 30ഓളം വൈദിക ശ്രേഷ്ഠന്മാർ നേതൃത്വം നൽകി. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്ന ഹോമത്തിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശബരിമല മുൻ മേൽശാന്തി AR രാമൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രി മുണ്ടക്കുടി ദാമോദരൻ നമ്പൂതിരി, നടയപ്പള്ളിൽ പരമേശ്വരൻ നമ്പൂതിരി, EAP മുകുന്ദൻ തുടങ്ങിയവർ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി. ക്ഷേത്ര സേവാ സമിതി വർക്കിംഗ് പ്രസിഡന്റ് VR പങ്കജാക്ഷൻ നായർ, സെക്രട്ടറി S പത്മകുമാർ, ജോയിന്റ് സെക്രട്ടറി അനുരാധ കൃഷ്ണൻ, ട്രഷറർ VN ചന്ദ്രശേഖരൻ, ഓമന അന്നപൂർണ, അനിമോൻ നന്ദനം, വിശ്വംഭരൻ കാഞ്ഞിരമറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ വൈദിക ശ്രേഷ്ഠന്മാരെ പൊന്നാടി അണിയിച്ചും ദക്ഷിണ നൽകിയും ആദരിച്ചു. ചടങ്ങുകൾക്ക് ശേഷം പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. 1008 നാളികേരത്തിന്റെയും അതോടനുബന്ധിച്ചുള്ള പൂജാദ്രവ്യങ്ങളുടെയും സമർപ്പണമാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ നടത്തിയത്. ഭക്തസഹസ്രങ്ങളാണ് ഈ യജ്ഞവേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രസാദ ഊട്ടും പ്രസാദ വിതരണവും നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഒരു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുക എന്നുള്ളത്. അത് വൻ വിജയമാക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. മള്ളിയൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള വൈദിക ശ്രേഷ്ഠന്മാരാൽ ആ ചടങ്ങുകൾ വളരെ ഗംഭീരമായി നടന്നു. ന്യൂസ് ബ്യൂറോ, മണക്കാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കേരള ഭരണം സർ CP മോഡൽ ദിവാൻ ഭരണമല്ലെന്ന് തിരിച്ചറിയുവാൻ ഉദ്യോഗസ്ഥ മേധാവിമാർ തയ്യാറാകണമെന്ന് ജോയിന്റ് കൗൺസിൽ ആഹ്വാനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ 14 ജില്ലകളിലും ജീവനക്കാർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കളക്ടറേറ്റിൽ ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV സാജൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കേരള ഭരണം സർ CP മോഡൽ ദിവാൻ ഭരണമല്ലെന്ന് തിരിച്ചറിയുവാൻ ഉദ്യോഗസ്ഥ മേധാവിമാർ തയ്യാറാകണമെന്ന് ജോയിന്റ് കൗൺസിൽ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ജീവനക്കാരോടുള്ള അപക്വമായ പെരുമാറ്റത്തിനെതിരെ പ്രതികരിച്ച ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിനെതിരെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ 14 ജില്ലകളിലും ജീവനക്കാർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കളക്ടറേറ്റിൽ ജീവനക്കാരുടെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു.
ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV സാജൻ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. സേവനത്തിൽ OPയിലിരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ സാമാന്യതയുള്ള യാതൊരു തൊഴിൽപരമായ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെയും പരിഗണിക്കാതെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും വലിയ തിരക്കിൽ OPയിൽ നിന്നിരുന്ന ആ ഡോക്ടർ അവിടെ എത്തി അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും ഏതാണ്ട് 1 മണിക്കൂറോളം അവിടെ കാത്തു നിർത്തിയതിനു ശേഷം ഏറ്റവും നിസ്സാരമായ ഒരു കാര്യത്തിന്റെ ചികിത്സ നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായി. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. കാരണം കേരളത്തിലെ ജീവനക്കാരും പൊതുസമൂഹവും എല്ലാം മനസ്സിലാക്കിയ കാരണമാണ് അതെന്ത് എന്നുള്ളത്. കേരളത്തിന്റെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധികാരി സ്വീകരിക്കേണ്ട ഏറ്റവും മിനിമം മര്യാദ പോലും പാലിക്കാതെ അത്തരത്തിൽ കേരളത്തിലെ സിവിൽ സർവീസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവുകയും അത് പൊതുസമൂഹമാകെ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി KS രാഗേഷ് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R ബിജുമോൻ, G രമേശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ 2024-25 വർഷത്തെ അവധിക്കാല അധ്യാപക സംഗമം കോതമംഗലം BRCയുടെ കീഴിൽ മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാ ഓഫീസർ മനോജ് ശാന്തി K അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ 2024-25 വർഷത്തെ അവധിക്കാല അധ്യാപക സംഗമം കോതമംഗലം BRCയുടെ കീഴിൽ മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മധുസൂദനൻ TV ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ശാക്തീകരണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിക്കുകയാണ്. പല വിദ്യാലയങ്ങളിലും കുട്ടികൾ പല രീതികളിൽ എത്തുന്നുണ്ട്. ചില വിദ്യാലയങ്ങളിൽ മാർച്ച് മാസമാകുമ്പോൾ തന്നെ അഡ്മിഷൻ ക്ലോസ്. ഞാൻ ഇവിടെ വന്ന് കോതമംഗലത്ത് വന്ന് പഠിച്ച കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നത്. മാർച്ച് മാസത്തിൽ തന്നെ അഡ്മിഷൻ തീർന്നു. ചില വിദ്യാലയങ്ങളിൽ അധ്യാപകര്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി K അധ്യക്ഷത വഹിച്ചു. 16 ബാച്ചുകളാണ് ഇവിടെ പരിശീലനം നടത്തുന്നത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ട് ഏകദേശം 800ഓളം അധ്യാപകർ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് പരിശീലന പരിപാടി. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട DO സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ വരുന്ന ഈ പുതിയ അധ്യയന വർഷത്തിലെ ക്ലാസ് റൂം ആക്ടിവിറ്റികൾ ഏറ്റവും ചലനാത്മകവും ഏറ്റവും കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രഗത്ഭരായ ആർട്ടിമാരുടെ നേതൃത്വത്തിൽ BRCയുടെ ഉത്തരവാദിത്വത്തിലുമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. മാർ ബേസിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫാദർ PO പൗലോസ്, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, പ്രൈമറി HM ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ്, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എൽദോ പോൾ, ഷിൽസ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 16 ബാച്ചുകളായി 700ഓളം അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കിയിൽ പോക്സോ കേസിലെ അതിജീവിതയായ 17-കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി ഇരട്ടയാറിലാണ് രാവിലെയോടെ 17-കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇടുക്കിയിൽ പോക്സോ കേസിലെ അതിജീവിതയായ 17-കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി ഇരട്ടയാറിലാണ് ചൊവ്വാഴ്ച രാവിലെ 17-കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറിക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. പോക്സോ കേസ് അതിജീവിതയാണ് പെൺകുട്ടി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീട്ടിലുള്ളവർ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. പെൺകുട്ടി കിടന്നുറങ്ങുകയായിരുന്നു. രാവിലെ 11ഓടെ പെൺകുട്ടിയുടെ അമ്മ വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിൽ കട്ടിലിലാണ് മൃതദേഹം കിടക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 2 വർഷം മുൻപുള്ള പോക്സോ കേസിലെ ഇരയാണ്. കേസിലെ പ്രതികളെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസുമായി പെൺകുട്ടിയുടെ മരണത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയ്ക്ക് ഇനി വിജയത്തിളക്കം. കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന സൈൻ ഇൻ പ്രിന്റ്സ് ഇന്നവേറ്റിന്റെ പുതിയ സംരംഭങ്ങളായ സൈൻ ഇൻ ട്രോഫീസ് ആൻഡ് മൊമെന്റോസ്, ഇംപ്രിന്റ്സ് ക്രാഫ്റ്റ് മെമ്മറീസ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കാട്സിന് സമീപം പെരുമ്പിള്ളിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയനും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജും ചേർന്ന് നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമനും തൊടുപുഴ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരനും ആദ്യ വിൽപ്പന നടത്തി. കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴയുടെ ലിപി വിന്യാസങ്ങൾക്ക് സ്വപ്ന നിറങ്ങൾ ചാലിച്ച സൈൻ ഇൻ പ്രിന്റിംഗ് സൊല്യൂഷൻസിൽ നിന്നും ഇനി തൊടുപുഴയ്ക്ക് വിജയത്തിളക്കമേകുവാൻ സൈൻ ഇൻ ട്രോഫീസ് ആൻഡ് മൊമെന്റോസും, കാലം വായിക്കാൻ ശ്രമിച്ചാലും മായാത്ത ഓർമ്മകൾക്ക് മഴവില്ലഴകേകുവാനും ഇംപ്രിന്റ്സ് ക്രാഫ്റ്റ് മെമ്മറീസും കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കാട്സിന് സമീപം പെരുമ്പിള്ളിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ജീവിതത്തിലെ ഓരോ അമൂല്യ നിമിഷങ്ങളും വിജയങ്ങളും അവിസ്മരണീയമാക്കുവാൻ ട്രോഫീസ്, മൊമെന്റോസ്, മെഡൽ, ക്രിസ്റ്റൽ ഗ്ലാസ് മൊമെന്റോസ്, കസ്റ്റമൈസ്ഡ് അക്രിലിക് മൊമെന്റോസ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം, ടീഷർട്ട് പ്രിന്റിംഗ്, കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ്, അക്രിലിക് ഫോട്ടോ ഫ്രെയിംസ്, സ്റ്റോൺ പ്രിന്റിംഗ്, മാജിക് മിറർ, ക്യാപ് പ്രിന്റിംഗ്, പില്ലോസ്, പിൻ ബാഡ്ജ്, കീ ചെയിൻസ് തുടങ്ങി വൈവിധ്യമാർന്ന ആക്രിലിക് കളക്ഷനാണ് സൈൻ ഇൻ ട്രോഫീസ്, മൊമെന്റോസ്, ഇംപ്രിന്റ്സ് ക്രാഫ്റ്റ് മെമ്മറീസ് തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയനും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജും ചേർന്ന് നിർവഹിച്ചു. ആളുകളുമായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എക്കാലവും നല്ല രീതിയിലുള്ള ജനങ്ങളുമായിട്ടുള്ള സഹകരണം, അവരുടെ ഇടപെടൽ, അതുപോലെ തന്നെ വർക്കിന്റെ ക്വാളിറ്റി, അതിന്റെ ഉത്തരവാദിത്വം തുടങ്ങിയ പല രീതിയിലുള്ള മികവുകളാണ് ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ വളർത്തി മുന്നിക്കൊണ്ടുവന്ന് ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയരങ്ങളിൽ എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. മുന്നോട്ടും ഈ സ്ഥാപനത്തിന് എല്ലാ രീതിയിലുള്ള ജഗദീശന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ യുവാക്കൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്തെന്ന് സംസാരിക്കുന്നത് ഈ പന്തുകളെയൊക്കെ നമുക്ക് 2 വാക്ക് പറയാറുണ്ട്. ഒരു കാര്യം പറയാനുള്ളൂ, ഇങ്ങനത്തെ കുറെ ഷോപ്പുകൾ ബൈജുബോറയ്ക്ക് കേരളത്തിൽ മൊത്തം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളേവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആദ്യ വിൽപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമനും തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ PG രാജശേഖരനും നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് എവർഷൈൻ, ഇടുക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ, തൊടുപുഴ KADS ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ, തൊടുപുഴ മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ, ഇടുക്കി AKPA പ്രസിഡന്റ് KM മാണി, TG ഷാജി, ലിൻസൺ രാഗം, ടോം ചെറിയാൻ, നോബി സുദർശൻ, RK ദാസ്, ഡോക്ടർ വിധു P നായർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാസ്ത ഫ്യൂഷൻ ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഇവന്റും നൈറ്റ് ബ്രേക്കിന്റെ DJയും ഒരുക്കിയിരുന്നു.
തൊടുപുഴ. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം. മിന്നും വിജയവുമായി കൊടുവേലി സാൻ ജോസ് CMI പബ്ലിക് സ്കൂൾ. പരീക്ഷ എഴുതിയ 40 വിദ്യാർത്ഥികളിൽ 8 ഫുൾ A1ഉം 35 ഡിസ്റ്റിങ്ഷനും 11 പേർക്ക് 90% മുകളിൽ മാർക്കുമായി 100% വിജയവുമായി ജില്ലയിലെ തന്നെ മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് സാൻ ജോസ് CMI സ്കൂൾ. വിജയികളെ സ്കൂൾ മാനേജ്മെന്റ്, PTA, അധ്യാപകർ എന്നിവർ അഭിനന്ദിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ മിന്നും വിജയവുമായി കൊടുവേലി സാൻ ജോസ് CMI പബ്ലിക് സ്കൂൾ. പരീക്ഷ എഴുതിയ 40 വിദ്യാർത്ഥികളിൽ 8 ഫുൾ A1ഉം 35 ഡിസ്റ്റിങ്ഷനും 11 പേർക്ക് 90% മുകളിൽ മാർക്കുമായി 100% വിജയവുമായി ജില്ലയിലെ തന്നെ മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് സാൻ ജോസ് CMI സ്കൂൾ. അഡോൺ അജിത്, അലീന മരിയ, റോമൽ അനോഷ്, അജയ് അലക്സ്, അലോണ സിബിൽ, ആൻമരിയ ബിനോയ്, ഹരിപ്രിയ PS, ആൻമരിയ S എന്നിവർ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കരസ്ഥമാക്കി. I thank all my teachers, my school management for the achievement I have. They have backed me, supported me throughout the year. Every motivation they gave me has affected me to take this result. I was able to achieve these results due to the hard work of my teachers and principal. I'm very grateful to the all teaching and non-teaching staffs who had supported and motivated me. Thank you. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അർപ്പണ മനോഭാവവും ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു തന്നാലും അവരത് അനുസരണയോടുകൂടി കേൾക്കുന്നതുമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിജയത്തിന്റെ രഹസ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 വിഷയങ്ങൾക്ക് 100% മാർക്കോടെ 500-ൽ 490 മാർക്ക് നേടി ആൻമരിയ S സ്കൂൾ ടോപ്പറായി. വിജയികളെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, മാനേജർ ഫാദർ ജോൺ തലച്ചിറ CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ബിക്കിൽ അരഞ്ഞാണിയിൽ CMI, PTA, അധ്യാപകർ എന്നിവർ അഭിനന്ദിച്ചു. നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങളുടെ അധ്യാപകരുടെ അർപ്പണബോധവും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. 40 പേര് എക്സാം എഴുതിയതിൽ 8 പേർക്ക് ഫുൾ A+ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഐ യൂസ് ടു സേ ദാറ്റ് യു ആർ ദ അംബാസിഡേഴ്സ് ഓഫ് സാൻ ജോസ് CMI പബ്ലിക് സ്കൂൾ. CBSE ക്ലാസ് 10 ബോർഡ് പരീക്ഷയിൽ ഈ വർഷവും സാൻ ജോസ് CMI പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അഭിമാനാർഹമായ വിജയമാണ് നേടിയെടുത്തത്. ഇതിന് പിന്നിൽ മാതാപിതാക്കളുടെ പിന്തുണയും കുട്ടികളുടെ കഠിനാധ്വാനവും ടീച്ചേഴ്സിന്റെ സമർപ്പണവുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് സെമിനാറും സംഘടിപ്പിച്ചു. പ്രശസ്ത കരിയർ പരിശീലകൻ മനോജ് T. ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് സെമിനാറും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗത്തിൽ SSLC പരീക്ഷയിൽ വിജയം കൈവരിച്ച സ്കൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രശസ്ത കരിയർ പരിശീലകനും അധ്യാപകനുമായ മനോജ് T. ബെഞ്ചമിൻ ക്ലാസ് നയിച്ചു. നമ്മൾ സന്തോഷത്തോടെ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷണൽ മേഖലയായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥമായിട്ട് കാര്യങ്ങളാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ ഇതേപോലെ നമ്മുടെ ഈ ഒരു ചെറിയ ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. തന്നിരുന്ന ഒരു താരത്തിന് സ്റ്റോറി കേട്ടിട്ടില്ലേ, താരത്തിന്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒത്തിരി ഗിഫ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു താരം മതി. അതൊന്നെങ്കിൽ നമ്മളത് നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാണ്ട് നമ്മൾ സൈലന്റ് ആക്കി വെച്ച് കളയും. പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു താരത്തിൽ നിന്ന് 10 താരം നേടിയത് അല്ലെ, 10 താരത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 4 താരത്തിന് കിട്ടി, 2 താരത്തിന്. ഇതൊക്കെ എന്താണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ. അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടാസ്ക്കാണ് ഓരോ സ്റ്റുഡൻസ് ലൈഫിലുള്ളത്, സ്റ്റുഡൻസിന്റെ മനുഷ്യന്റെ ലൈഫിൽ. അപ്പൊ അക്കാഡമിക്കലി നമുക്ക് കിട്ടിയിരിക്കുന്ന പഠിക്കാനുള്ള കഴിവ്, മനസ്സ്, താല്പര്യം, ഓർമ്മ, ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. തന്നിരിക്കുന്ന റിബൺ എല്ലാം ഒന്നും തന്നെയായിരുന്നു. അത് ചിലതിൽ നൂലിന്റെ അളവിന് വ്യത്യാസമുണ്ട് അല്ലെ, മെഷർമെന്റ് വ്യത്യാസമുണ്ട്, ചിലതിൽ നൂലിന്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ താരത്ത് ഒന്നാണെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീകുമാർ KP, PTA പ്രസിഡന്റ് ജോമോൻ BJ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് രേഖ കക്കാടി, നിഷ കുര്യൻ,
ചന്ദ്രലാൽ CV തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുള്ളരിങ്ങാട്. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക പൊതുയോഗവും താലൂക്ക് സംഗമവും കട്ടപ്പനയിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക പൊതുയോഗവും താലൂക്ക് സംഗമവും കട്ടപ്പനയിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നത്. കുറച്ചു കാലങ്ങൾ മാറുമ്പോൾ എല്ലാം മാറാതെ തരമില്ല. പക്ഷേ ഈ മാറ്റങ്ങൾ നമ്മുടെ ലൈബ്രറികളെ ബാധിക്കുന്നത് വായന കുറഞ്ഞതാണ്. അതാണ് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സങ്കടം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ വായന കൊണ്ടേ പരിപൂരിക്കാരെന്ന് ആയിരത്തിൽ ചില ഉഷ്ണം പിടിക്കുന്നു, മന്ത്രവാദം പഠിക്കുന്നു, ചിലരുടെ മന്ത്രങ്ങൾ ഓരോന്ന് ചൊല്ലിക്കൊടുക്കുന്നു, മന്ത്രികളോട് നല്ലതിനോട് ചെന്ന് പട്ടുപാളയിൽ വിടുന്നു പറഞ്ഞിട്ട് ഓരോ തൊഴിലുകൾ ചെയ്ത് ജീവിതത്തിലെ ഓരോ മാർഗങ്ങളെ തേടിക്കൊണ്ട് ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് തിരക്ക് കാണിക്കുന്നവർക്കിടയിലൂടെയാണ് കുഞ്ചൻ ആ കാര്യം പറഞ്ഞത്. പിൽക്കാലഘട്ടത്തിൽ വായനയോടുള്ള ആഭിമുഖ്യം വല്ലാതെ കുറഞ്ഞ് ഏതാണ്ട് 2000 ശേഷം പ്രത്യേകിച്ച് ഈ കലോത്സവങ്ങൾക്കൊക്കെ വിദ്യുതീകരിക്കാൻ പോകുമ്പോഴാണ് കുട്ടികളുടെ വായനാശീലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗ മത്സരം നടക്കുന്നത്. പ്രസംഗ മത്സരത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കുട്ടികൾ പ്രസംഗം പറയുമ്പോൾ ഇവർക്ക് ഈ പ്രസംഗ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പറയാൻ കഴിയുമെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പഠിച്ചതിനപ്പുറത്തൊന്നും ഒരു കാര്യം പോലെ ഈ കുട്ടികൾക്കും പറയാൻ പറ്റില്ല. എന്ത് കിട്ടിയാലും ഞാൻ വായിക്കും, ടെലഫോൺ ഡയറക്റ്റ് കിട്ടിയാലും വായിക്കും, ബസ് ടിക്കറ്റ് കിട്ടിയാലും വായിക്കും, സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്ന പഴയ പേപ്പർ കിട്ടിയാലും വായിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കഥാകാരനാണ്, നോവലിസ്റ്റാണ് MT വാസുദേവൻ നായർ. മഞ്ഞ എന്ന നോവലില് സർദാർജി എന്ന് പറയുന്ന ഒരാൾ കുമയൂർ കുന്നുകളുടെ താഴ്വാരത്തിലെ ഗോൾഡൻ ലൂക്ക് എന്ന ഹോസ്റ്റലിൽ കയറിയിട്ട് അവിടെ ഒരു മുറി സംഘടിപ്പിച്ച് അവിടെ സന്ധ്യയായ സമയത്ത് അദ്ദേഹം വായിക്കാൻ എന്തെങ്കിലും വേണമെന്നുള്ള അന്തരിച്ച ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി EG സത്യൻ, പ്രശസ്ത അഭിനേതാവ് MC കട്ടപ്പന എന്നിവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും 2024-25 വർഷത്തെ പദ്ധതികൾ സംബന്ധിച്ച പ്രവർത്തന രൂപരേഖയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു അവതരിപ്പിച്ചു. കൗൺസിൽ ഭാരവാഹികളായ ടോമി ജോസഫ്, BK സുരേന്ദ്രൻ, ജോമറ്റ് ജോയ്, അന്നക്കുട്ടി അഗസ്റ്റിൻ, ബിജോ ജോസ്, റോബർട്ട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ. 10ാം ക്ലാസ്സിൽ 13 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A1 ലഭിച്ചു. +2-വിൽ 12 വിദ്യാർത്ഥികളും ഫുൾ A1 കരസ്ഥമാക്കി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് അഭിനന്ദിച്ചു. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷയിൽ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് ഉജ്ജ്വല വിജയം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 131 വിദ്യാർത്ഥികളിൽ 103 പേർക്ക് ഡിസ്റ്റിങ്ഷനും 28 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസും 37 പേർക്ക് 90% മുകളിലും മാർക്ക് ലഭിച്ചു. 13 വിദ്യാർത്ഥികൾ ഫുൾ A1 നേടി. 11 പേർക്കൊഴികെ മറ്റെല്ലാ വിഷയങ്ങൾക്കും A1 നേടാൻ സാധിച്ചു. 493 മാർക്കോടെ ഐഷ ബാനു കുറ്റ്യാനിക്കൽ സ്കൂൾ ടോപ്പറായി. +2-വിൽ 115 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 12 പേർക്ക് ഫുൾ A1 ലഭിച്ചു. 108 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 7 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസും നേടി. 35 പേർക്ക് 90% മുകളിലും മാർക്ക് ലഭിച്ചു. 484 മാർക്കോടെ കൊമേഴ്സ് വിഭാഗത്തിലെ ഗൗരി നന്ദന സ്കൂൾ ടോപ്പറായി. 481 മാർക്ക് നേടിയ നദീറ ഫാത്തിമയും റെൻസ് ബിബിൽസനും സയൻസ് വിഭാഗത്തിൽ ടോപ്പേഴ്സായി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. 4 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A1 ലഭിച്ചു. 14 കുട്ടികൾ 90% മുകളിൽ മാർക്ക് നേടി. വിജയികളെ സ്കൂൾ പ്രിൻസിപ്പലും PTA അനുമോദിച്ചു.
തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിന് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100 മിന്നി വിജയം. പരീക്ഷ എഴുതിയ 55 കുട്ടികളും ഉയർന്ന മാർക്കോടെ വിജയിച്ചു. 4 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A1 കരസ്ഥമാക്കി. 14 പേർ 90% മുകളിൽ മാർക്ക് നേടി. 22 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 19 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസും നേടി. 484 മാർക്ക് വാങ്ങിയ ഇമ്മാനുവൽ നിക്സൺ സ്കൂൾ ടോപ്പറായി. വിജയികളെ സ്കൂൾ പ്രിൻസിപ്പലും PTA-യും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ മുസ്ലിം ലീഗ് പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. അടിവാട് ലീഗ് ഹൌസിൽ ചേർന്ന കോതമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ മുസ്ലിം ലീഗ് പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മെയ് 30 ചേർന്ന ജില്ലാ നേതൃ ക്യാമ്പിൽ അതിനുള്ള കർമ്മ പരിപാടികൾ അവതരിപ്പിക്കും. വാർഡ് വിഭജനം മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നീളുന്ന പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ജില്ലയിലുണ്ട്. അവിടങ്ങളിൽ അധികാരം തിരികെ പിടിക്കുകയാണ് തുടർ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിനായി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ശാഖാ കമ്മിറ്റികളുടെ ശുപാർശകളുടെ മേലാകും പരിഗണിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിവാട് ലീഗ് ഹൌസിൽ ചേർന്ന കോതമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VE അബ്ദുൽ ഗഫൂർ. യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സുബൈർ ഓണംപിള്ളി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PA കബീർ, ഭാരവാഹികളായ കരീം പാടത്തിക്കര, അഷറഫ് മൂപ്പൻ, മുഹമ്മദ് ആസിഫ്, അൻസാർ മുണ്ടാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രശസ്ത നാടക നടൻ MC കട്ടപ്പന എന്നറിയപ്പെടുന്ന ഇടുക്കി കട്ടപ്പന മങ്ങാട്ട് MC ചാക്കോ 75 വയസ്സ് നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ. പ്രശസ്ത നാടക നടൻ MC കട്ടപ്പന എന്നറിയപ്പെടുന്ന ഇടുക്കി കട്ടപ്പന മങ്ങാട്ട് MC ചാക്കോ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ. 1977 ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ പുണ്യതീർത്ഥം തേടി എന്ന പ്രൊഫഷണൽ നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തുടർന്ന് 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലായി 7000-ലധികം വേദികളിൽ അഭിനയിച്ചു. 2007 കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു. 2014 കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിനയശ്രീ പുരസ്കാരവും ലഭിച്ചു. കാഴ്ച, പകൽ, പളുങ്ക്, നായകൻ തുടങ്ങിയ സിനിമകളിലും 25ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. അത് 4 എണ്ണം ജയിച്ചു, 5 എണ്ണം തോറ്റു. 2 പേര് TC വാങ്ങിപ്പോയി. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളായി ഇവള്. മാനേജ്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരിതെങ്ങനെ നോക്കി നടത്താനാ? കാര്യം എത്രാന്റെ പേരിലുള്ള പള്ളിക്കൂടെ നോക്കിയാ. പക്ഷേ ലാഭമില്ലെങ്കിലും നഷ്ടത്തിലാരെങ്കിലും കച്ചവടം നടത്തുമോ? ബെഞ്ചും ഡെസ്കും ഡിവിഷനും ഒക്കെ ഫാളായിട്ട് വർഷങ്ങളായി. എന്നാൽ ഇതങ്ങ് പൂട്ടിയേക്കാവെന്ന് വെച്ചാൽ ഈ പത്രക്കാർ യൂണിയൻകാർ സമ്മതിക്കുമോ? അല്ല സാറേ, ഇത് പൂട്ട. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് ഇവിടെ അഡ്മിഷൻ വേണം. മനസ്സിലായില്ല. ബസ്സിലേക്ക് തരാം. ഒരു കിടക്ക വിത്ത് ചങ്ങല. സോറി, ഇവിടെ കിടക്കയും ചങ്ങല ഒഴിവില്ല. ഞാനൊരു ഭ്രാന്തനാണ് ഡോക്ടർ. എന്നെ ചികിത്സിക്കണം. നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല. എന്റെ സമയം കളയാതെ എഴുതാൻ പോണം മിസ്റ്റർ. നോ, എനിക്ക് ഭ്രാന്തുണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചങ്ങല ഒരുക്കിക്കോളൂ. എനിക്ക് ഭ്രാന്തില്ല. അയാളെ പിടിച്ചു കണ്ട് ഷോക്ക് കൊടുക്കുക. ഷോക്ക് വേണ്ട. എനിക്കൊരു പ്രശ്നം വന്നാ കൂടെ നിൽക്കുമെന്ന് കരുതി ഒരു പട്ടിയും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ സാഹചര്യത്തിൽ കാരണവരെന്നെ കൈവെടിയരുത്. സത്യം പറഞ്ഞ എനിക്ക് പേടിയാ കാരണവരെ. ഉദ്ദേശിച്ച കാര്യം നേടാൻ എന്തും ചെയ്യുന്നവനാ JS. JSന്റെ വലുപ്പം കാട്ടി ഞങ്ങളെ പേടിപ്പിക്കില്ല സാഹിബേ. തോമാച്ചന്മാരുടെ അവനെ ദത്തെടുക്കണം. ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും നൂലാമാലകൾ ഏറെയാ. പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. കോടതി ചെല്ലുമ്പോ അവര് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. കണ്ട കാര്യങ്ങളൊക്കെ ചാടിക്കേറി അങ്ങ് വിളിച്ചു പറഞ്ഞേക്കല്ലേ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മണക്കാട് മുല്ലക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 30ഓളം വൈദിക ശ്രേഷ്ഠന്മാർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. അവധിക്കാല അധ്യാപക സംഗമം കോതമംഗലം BRCയുടെ കീഴിൽ മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ പോക്സോ കേസിലെ അതിജീവിതയായ 17കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി ഇരട്ടയാറിലാണ് ഇന്ന് രാവിലെയോടെ 17കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൈൻ ഇൻ ട്രോഫീസ് ആൻഡ് മെമ്മറീസ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കാട്സിന് സമീപം പെരുമ്പിള്ളിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ ട്രോഫീസിന്റെയും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഇംപ്രിൻസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. CBSE പരീക്ഷയിൽ തൊടുപുഴ മേഖലയിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.